ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, അച്ഛൻ്റെ കയ്യിൽ എന്താ ഇന്നൊരു കുരിശ് എന്ന്. കാരണമുണ്ട് കേട്ടോ, വഴിയെ പറഞ്ഞു തരാം. കുറച്ച് നാളുകൾക്ക് മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ്, ഞാനൊരു വീട്ടിൽ കുറച്ച് പ്രശ്നം തീർക്കാനായിട്ട് ചെന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിണ്ടാട്ടമില്ല, അവർ തമ്മിൽ എന്നും കലഹങ്ങളാണ്. വീട്ടിലെന്തോ പ്രശ്നമുണ്ടോയെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ചെല്ലുന്നത്. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നിയൊരു കാര്യം, ഒരു 2 നില വീടാണ്, ഒത്തിരിയേറെ സന്തോഷം തോന്നിയൊരു കാര്യം വീടിൻ്റെ പ്രാർത്ഥനാമുറിയാണ്. വലിയൊരു പ്രാർത്ഥനാമുറിയാണ്. ആ പ്രാർത്ഥനാമുറിയിൽ കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപം കിടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാമുറിയിലെ തൂങ്ങപ്പെട്ട രൂപത്തിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. അവിടെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ചേർന്നിരുന്ന് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ആ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാ: അച്ഛാ, ഇവളൊരു കുരിശ് എനിക്ക് കെട്ടണ്ടായിരുന്നു, ഇവളെ മതിയായി അച്ഛ, ജീവിതം സഹിച്ചും മടുത്തു. ഭാര്യയുടെയും തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ എൻ്റെ മുഖം ആദ്യം പോയത് ആ തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രൂപത്തിലേക്കാണ്. ആ രൂപത്തിലേക്ക് നോക്കി വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത എങ്ങനെയാണ്, അത് വിശ്വാസ പ്രമാണം എന്ന കവിതയിലെ 2 വരികളാണ്. തൂക്കാൻ ഇഷ്ടം പൊൻകുരിശേ, നിന്നിൽ തൂങ്ങാനില്ല എൻ കുരിശേ എന്ന്. തൂക്കാൻ ഇഷ്ടം പൊൻകുരിശേ, നിന്നിൽ തൂങ്ങാനില്ല എൻ കുരിശേ എന്ന്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? കുരിശുകൾ തൂക്കി നടക്കാൻ, ജപമാല ഇട്ട് നടക്കാൻ, വീട്ടിൽ വലിയ ക്രൂശിത രൂപം സ്ഥാപിക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ കുരിശുകളെയെങ്കിലും ചേർത്ത് വെച്ച് സഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ജീവിതത്തിലെ പ്രശ്നങ്ങളെ, വേദനകളെ, സഹനങ്ങളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. ഏറ്റവും നല്ല ജപമാല, കുരിശ് ഉള്ള നല്ല ജപമാല ഇട്ട് നമ്മൾ വാങ്ങിക്കും, കഴുത്തിലിട്ട് കിടക്കും, കയ്യിൽ പിടിക്കും. എവിടെയൊക്കെ കുരിശ് വാങ്ങിച്ച് വെക്കാൻ പറ്റും അവിടെയൊക്കെ വാങ്ങിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ജീവിതത്തിലെ കുരിശുകളെ ചേർത്ത് വെച്ച് സഹിക്കാറുണ്ടോ? നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു ആഭരണം പോലെയാണ് കുരിശും ജപമാലയും എല്ലാം. പക്ഷെ ജീവിതത്തിൻ്റെ വേദനകളിലും സങ്കടങ്ങളിലും ഈ കുരിശുകളെ ചേർത്ത് വെച്ച് സഹിക്കുമ്പോഴാണ് ഈ കുരിശുകൾക്ക് അർത്ഥമുണ്ടാക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണമെന്ന്. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണത്. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ഈ വചനം വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കർത്താവ് തരുന്ന കുരിശുകളെ ജീവിതത്തോട് ചേർത്ത് വെച്ച് സഹിക്കണമെന്ന്? കർത്താവ് തന്നെ പറയണത് ഇങ്ങനെയാ: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിക്കണം, എന്നിട്ട് തൻ്റെ കുരിശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണമെന്ന്. കർത്താവ് പറഞ്ഞത് സന്തോഷം എടുത്തുകൊണ്ട് പിന്നാലെ വരാനല്ല, നിന്റെ സുഖങ്ങൾ എടുത്തുകൊണ്ട് പിന്നാലെ വരാനല്ല, നമ്മുടെയൊക്കെ കുരിശുകൾ എടുത്തുകൊണ്ട് പിന്നാലെ വരാനാ. നമുക്കതിന് കഴിയട്ടെ എന്നാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ആശംസിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുരിശിനെ നോക്കി ധ്യാനിക്കാൻ പഠിക്കണം. കാരണം എന്തെന്നറിയോ? ഞാൻ ഈ കുരിശ് പിടിച്ചതിന് ഒരു കാരണമുണ്ട്. ഈ ക്രൂശിത രൂപത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഈ കുരിശിൽ ഒരു സൈഡ് കർത്താവ് തൂങ്ങിക്കിടക്കണുള്ളൂ, മറ്റേ സൈഡ് ഫ്രീയാ. അത് ഏത് ക്രൂശിത രൂപം എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാകും. അതെന്തിനാണെന്നറിയോ ഫ്രീ ആയിട്ട് ഇട്ടേക്കണേ? എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാ, നമുക്ക് ഓരോരുത്തർക്കും തൂങ്ങാനുള്ള സ്ഥലമാണ് ഇപ്പുറ സൈഡ്. കർത്താവ് ഈ കുരിശി കിടന്നിട്ട് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും കണ്ണീരും വേദനകളുമായിട്ട് തമ്പുരാൻ്റെ കുരിശിൻ്റെ ചോട്ടിൽ മുട്ടുകുത്തുമ്പോൾ, ഈ ക്രൂശിത രൂപത്തെ എടുത്ത് ചുംബിക്കുമ്പോൾ, ആ ക്രൂശിത രൂപത്തിൽ കിടക്കണ കർത്താവ് നമ്മളെ നോക്കി പറയുന്നുണ്ട്: മോനെ, മോളെ, എന്നോടൊപ്പം ഈ കുരിശിൽ തൂങ്ങപ്പെടാൻ നീ തയ്യാറാണോ എന്ന്. തൂങ്ങാനായിട്ട് നമുക്കൊക്കെ കഴിയണം. അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുക. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിലെ വേദനകളും സങ്കടങ്ങളും പെരുകുമ്പോൾ കുരിശിനെ അനുഗമിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പാതിരിപ്പിയോ പറഞ്ഞു വെച്ചില്ലേ, ഞാൻ കുരിശിനെ സ്നേഹിക്കുന്നു, കാരണം കുരിശ് കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് എന്ന്. വിശുദ്ധ അൽഫോൻസമ്മ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ? കുരിശ് തന്നാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നതെന്ന്. എല്ലാ വിശുദ്ധരും കുരിശിനെ സ്നേഹിച്ചവരാണ്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പുണ്യവാന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പുണ്യവാന്മാരും നമ്മളോട് പറയണത് ഇത് തന്നെയാണ്. ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കുക, കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന്. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ്. ചിലപ്പോൾ കടബാധ്യത ഉണ്ടാകും, രോഗങ്ങളുണ്ടാകും, മക്കളെ ഓർത്തുള്ള വേദനകൾ ഉണ്ടാകും, ജോലി ഉണ്ടാവില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. എങ്കിലും ഒന്ന് സഹിക്കേ, ക്ഷമയോടെ തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കേ, കുരിശുകൾ എടുക്ക്. ഈശോ കൈവിടില്ല കേട്ടോ. കുരിശുകൾ എടുക്കാൻ പറ്റട്ടെ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, കുരിശു വേദന മാത്രമൊന്നല്ല കേട്ടാ, അതൊരു സംരക്ഷണം കൂടിയാണ്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു തരാറുണ്ടെന്നറിയോ, ഇടി വെട്ടുമ്പോൾ കുരിശു വരച്ച് പ്രാർത്ഥിക്കടാന്ന്. കിടക്കണേന് മുമ്പ് കിടക്കയുടെ 4 സൈഡും കുരിശു വരച്ച് കിടക്കടാന്ന്. ഉറങ്ങുന്നതിന് മുമ്പ് കുരിശു വരച്ചിട്ട് കിടന്നുറങ്ങടാ എന്ന്. നമ്മുടെയൊക്കെ വേദനകളിലും സങ്കടങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം ഓടിപ്പിടിക്കണ ഏതാ? ക്രൂശിത രൂപത്തിലാ. എൻ്റെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോഴും ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. വേഗം ക്രൂശിത രൂപം എടുത്ത് കൈ പിടിക്കും, കയ്യിലൊരു ജപമാല എടുത്ത് കൈ പിടിക്കും. ഇതൊക്കെ നമുക്ക് തരുന്നൊരു സംരക്ഷണമാണ്. കുരിശ് നമുക്കൊരു സംരക്ഷണമാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഏത് വേദനകളിലും കുരിശ് നമുക്കൊരു ആശ്രയമാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശുകളെ സ്നേഹിക്കാൻ നമുക്ക് പഠിക്കാം. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ദർശനവും ഹെൽന രാജകുമാരി ഇത് കണ്ടെത്തിയതുമെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാം. നമുക്ക് കുരിശ് ഒരു സംരക്ഷണമാണെന്ന് കൂടി നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം. കർത്താവ് കൂടെയുണ്ട്. കുരിശെടുക്കുന്നവനെ കർത്താവ് കൈവിടില്ല. കാരണം കുരിശെടുക്കുമ്പോൾ നീയും കർത്താവിനെ പോലെ സഹിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മളെ നോക്കി കർത്താവ് വെറുതെ ഇരിക്കോ? നമ്മുടെയൊക്കെ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും ഈശോ കടന്നു വരും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓർക്കുക എൻ്റെ പ്രിയരെ, കുരിശെടുക്കണം കേട്ടോ. അതൊരു സംരക്ഷണമാണ്. കർത്താവ് കൂടെ ഉണ്ടാവട്ടെ. ആമേൻ.